ഇങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ ഒത്തിരി വഴക്കുകളായി. അപ്പോൾ പിന്നെ മോൻ്റെ ഫീസ് അടയ്ക്കാതെയൊക്കെ ആയി, വാൻ ഫീ കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ വന്ന് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു മോൻ്റെ ഫീസ് അടയ്ക്കേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് നിൻ്റെ മറ്റവനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതാരാ ഈ മറ്റവൻ? എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇവിടെ ഇല്ല, അങ്ങനെ വേറൊടായാലും ഉണ്ടായിട്ടില്ല, പിന്നെ ആരാ അണ്ണൻ ഉദ്ദേശിക്കുന്ന ഈ മറ്റവൻ എന്ന് പറഞ്ഞു. അത് നിൻ്റെ ആങ്ങളയ്ക്കും അറിയാം, ആങ്ങളമാർക്കും അറിയാം, നിനക്കും അറിയാം. ഞാൻ പറഞ്ഞു എൻ്റെ ആങ്ങളമാർക്കറിയാം, ഇതെന്താ അണ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് അണ്ണൻ കടയിട്ടൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്ന് പിന്നെയും വഴക്കുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വീട് വിൽക്കണം, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആൾക്കാർ വന്ന് പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആൾക്കാരൊന്നും വരാതെയായി. അപ്പം ഞാൻ അറിയാതെ വീട്ടിലെ ആൾക്കാരെ വരുത്തി വീട് കച്ചവടമാക്കാനൊക്കെ ഉള്ള പദ്ധതി ഇട്ടു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അണ്ണനും കൂടെ ഒരു പ്രാവശ്യം ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ മോനെ വിട്ടിട്ട് ക്ഷേത്രത്തിൽ പോകാൻ ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിൽക്കുക, ബസ് കയറിപ്പോയി. അവിടെ നിൽക്കുമ്പം എനിക്ക് ബസ് വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. അപ്പം ബസ് വരാതിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു 10-15 മിനിറ്റ് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് അണ്ണൻ വലിയ വണ്ടി, ഞങ്ങളുടെ വലിയ വണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇറങ്ങി പോവുക. അപ്പോൾ ഞാൻ ഇതെന്താ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത്? അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്നപ്പോൾ അണ്ണൻ വരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെ കയറി വേറെ വഴിയുണ്ട് പോകാനായിട്ട്. അണ്ണൻ അതിലേ കയറിപ്പോയി. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാതെ എൻ്റെ ആങ്ങളടി എന്ന് വെച്ച് പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സാധനങ്ങൾ കയറ്റി പോയേക്കെന്നാന്ന് തോന്നണമെന്ന് പറഞ്ഞ് ആങ്ങളടി എന്ന് പറയുമ്പോൾ ആങ്ങളെ വേഗം ഡ്രൈവറെ വിളിച്ചു. അന്നേരം പറഞ്ഞു ഇങ്ങനെ മനോഹരൻ ചേട്ടൻ്റെ പെട്ടി കൊണ്ടുപോയി കൊടുക്കണം, അതിന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ പറഞ്ഞു നീ പെട്ടി കൊണ്ട് കൊടുക്കാൻ അവിടെ നിൽക്കും, ഞാനങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ വണ്ടി പോയുള്ളൂ. അപ്പോൾ എൻ്റെ ആങ്ങളെ 2 വീലർ എടുത്ത് വേറൊരു വഴിക്ക് അവിടെ ചെന്ന് വണ്ടി തടഞ്ഞപ്പം അതിനകത്ത് 2 പെട്ടിയൊക്കെ ഉണ്ട്, സാധനങ്ങളെല്ലാം വാരി പെട്ടിയെടുത്ത് വലിച്ചപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരും ഇറങ്ങി വന്ന് എന്താ പ്രശ്ന കാര്യം എന്ന് ചോദിച്ചു. ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്കും പെട്ടി വിട്ട് തന്നു. പെട്ടി അവിടെ വലിയ പെട്ടി ഒരു വീട്ടിൽ കയറ്റി വെച്ച് ചെറിയ പെട്ടി ആങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. ഇങ്ങനെ നിങ്ങൾ 2 പെട്ടി തട്ടിപ്പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അതിന് എന്താ കാരണം എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആങ്ങളെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അതിനെന്താ കാരണം എന്നുള്ളത് എഴുതി കൊടുത്തു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു നമുക്ക് പുള്ളിയെ വിളിച്ച് വരുത്താം, ഇവിടെ വെച്ച് കാര്യങ്ങളൊക്കെ പരിഹരിച്ച് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ഫാമിലി കോർട്ടിൽ പോയി കേസ് കൊടുത്തു. അങ്ങനെ ഫാമിലി കോർട്ടിൽ പോയി കേസ് കൊടുത്ത് ഞങ്ങൾക്ക് ഏപ്രിൽ 15-ാം തീയതി വിധിയാകുമ്പോഴാണ് ഞങ്ങൾ ഈ വിവാഹത്തെക്കുറിച്ച് ശരിക്കും അറിയുന്നതും സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി അങ്ങനെ ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ എനിക്ക് വിധി എന്താന്ന് വെച്ചാൽ എനിക്കും മോനും ചെലവിന് വേണ്ടിയിട്ടായിരുന്നു ആ കേസ് കൊടുത്തത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയൊക്കെ ഞങ്ങൾ കൊടുത്ത് എവിടെയെങ്കിലും അന്വേഷിച്ച് ഞങ്ങൾക്ക് ഈ മോൻ്റെ പൈസ കിട്ടാതെ വന്നപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി CI സാർക്ക് പരാതി കൊടുത്തിരുന്നു. CI സാറ് പല പ്രാവശ്യം വിളിച്ചിട്ടും അദ്ദേഹം വന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലുവ SP സാറിന് പോയി പരാതി കൊടുത്തു. SP സാറ് വിളിച്ച് പറഞ്ഞിട്ടും വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളി എന്താ ചെയ്ത് പാർട്ടി മുഖേന വന്ന് വീട്ടിൽ കയറി. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2014 സെപ്റ്റംബറിൽ പാർട്ടിയായിട്ട് തീരുമാനിച്ച് ഞങ്ങളെ പാർട്ടി ഓഫീസിൽ വിളിച്ചു. ഞങ്ങൾ കൊച്ചച്ഛനും ആങ്ങളെയൊക്കെ ചെന്നു. അവിടെ വെച്ച് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. ഒന്നുകിൽ മനോഹരൻ കടം വീട്ടാനായിട്ട് വീട് വിറ്റ് കടം വീട്ടുക, ഞങ്ങൾക്ക് വീട് വിറ്റിട്ട് കടം വീട്ടിട്ട് 20,000 രൂപ തരിക, അതല്ല എങ്കിൽ വീട്ടിൽ പോയി നിന്ന് സന്തോഷമായിട്ട് ജീവിച്ച് കടം വീട്ടുക എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തീരുമാനിച്ച് അവരോട് ഒരു അഭിപ്രായവും പറയാതെ പുള്ളി വീട്ടിൽ വന്നു 5 മാസം താമസിച്ച് കഴിഞ്ഞപ്പം ഫെബ്രുവരി 25-ാം തീയതി മാതൃഭൂമി പേപ്പറിനകത്ത് വീട് സ്ഥലവും കൂടി ലേലത്തിന് കൊടുത്തു. ലേലമാണെന്നും പറഞ്ഞ് പേപ്പറിൽ കണ്ടു. അപ്പോൾ രാവിലെ അണ്ണൻ ജോലിക്ക് പോയിരിക്കുക. രാത്രി വന്നപ്പോൾ ഞാനപ്പോൾ ഈ പാർട്ടിയിലെ ആളെ തന്നെ വിളിച്ച് ബന്ധപ്പെട്ടു. ഇങ്ങനെ ലേലപ്പരസ്യം കണ്ടല്ലോ അജേഷേ, എന്താ അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ചോദിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അണ്ണൻ വന്ന് ഊണൊക്കെ കഴിഞ്ഞിരുന്നപ്പം ഞാൻ ചോദിച്ചു അണ്ണാ ഇങ്ങനെ പേപ്പറിൽ എന്താ കൊടുത്തത്? വീട് വിറ്റ് കടം വീട്ടായിരുന്നല്ലോ, അങ്ങനെ പാർട്ടി ഓഫീസിൽ വെച്ച് സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ലേലത്തിൻ്റെ ഇതിലേക്ക് പോയത് എന്ന് പറഞ്ഞാൽ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ബാങ്ക് മാനേജർ എന്താണെന്നാ ചെയ്തോളൂ, ഞാൻ ബാങ്ക് മാനേജറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് മാനേജറെ ഉത്തരവാദിത്തം ഇനി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനും മോനും എന്താ ചെയ്യണ്ടേ? അതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ബാങ്ക് മാനേജറെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യാണ്ടല്ലോ അവരാ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും അജേഷിനെ വിളിച്ചപ്പോൾ അജേഷ് ഫോൺ എടുത്തില്ല. ഞാൻ പറഞ്ഞു അണ്ണാ അജേഷിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ആരാ അജേഷ്, നിനക്കെന്നാ ബന്ധം അജേഷുമായിട്ട്, നീ പറഞ്ഞിട്ട് വേണം എനിക്ക് അജേഷിനെ വിളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും വേളായപ്പോൾ ഞാൻ റൂമിനകത്ത് കയറി. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് സാറേ ഇന്ന പോലെ പ്രശ്നമാണ്, അജേഷിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും നടത്തും. അപ്പോൾ പോലീസ് അവിടുന്ന് പറഞ്ഞു അജിതേ നാളെ രാവിലെ വന്നൊരു പരാതി തരാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച പോയി പരാതി അണ്ണൻ ജോലിക്ക് പോയി രാവിലെ. ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജോലിക്ക് പോയി. ഞാൻ അനിയത്തിയെയും വിളിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ പരാതി എഴുതി കൊടുത്തു. അവിടെ വെച്ച് തന്നെ സാറ് വിളിച്ചു. അന്നേരം ഇത് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ഈ ഇങ്ങനെ ജപ്തി വന്ന് നിൽക്കുന്ന എൻ്റെ മോൻ്റെയും അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? അതെ, ഞാൻ ആദ്യം കൊടുത്തിരുന്നല്ലോ ഈ പൈസ കിട്ടാത്തതിന് വിളിച്ചു വരുത്തി എന്തെങ്കിലും കോംപ്രമൈസ് ആകാൻ വേണ്ടി. ഏത് വർഷമായിരുന്നു? ഈ വർഷം തന്നെയായിരുന്നു. 2014 തുടങ്ങി. ഞാൻ 2014 ഈ പൈസ കിട്ടാത്ത സമയം തുടങ്ങി ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. എനിക്ക് ഈ പൈസ ഇവിടെ വിളിച്ചു ഏപ്രിൽ മാസം മുതൽ അപ്പോഴും ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ഉണ്ടല്ലേ? കോൺടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കൊടുത്തതിന് ശേഷം വിളിച്ചു, പോലീസുകാർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ഇങ്ങനെ തൻ്റെ ഭാര്യ ഒരു പരാതി കൊണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നാളെ ഹാജരാകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് പോലീസുകാരുമായിട്ട് പുള്ളിയെ വെച്ച് സംസാരിച്ചു, എന്നെ വെച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വീട് വിറ്റ് ഞാൻ കൂടെ പോകത്തില്ല ഇനി. വീട് എൻ്റെ ഈ വീട്ടിലാണെങ്കിൽ ഞാൻ താമസിക്കും, അതല്ല വീട് വിറ്റാണ് എൻ്റെ കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോകത്തില്ല, എവിടെയാണേലും പോകത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളീനെയും വെച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് കേശവൻ സാർ എന്ന് പറഞ്ഞ സാർ എന്നെ വിളിച്ചു. അജിത് ഇങ്ങ് വന്നേ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് എൻ്റെ ഭർത്താവും കൂടെ അവിടെ നിൽക്കും. അപ്പോൾ പറഞ്ഞു ഇയാളൊരു 10 ലക്ഷം രൂപ തരും, അജിതയ്ക്ക് വീട് കാലിയാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് എന്നെ വിവാഹം കഴിച്ചത്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? എൻ്റെ മോനെ പഠിപ്പിക്കണം, എനിക്ക് താമസിക്കാനിടയില്ല, ഞാൻ എവിടെ കിടക്കും? അപ്പോഴും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അല്ലല്ലോ എന്നെ വിവാഹം കഴിച്ചത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് എന്തൊക്കെയാണ് ഞാൻ സമനിലേറ്റിപ്പോയി. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു. ഞാൻ വേഗം താഴോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് വണ്ടി കിട്ടി. ഞാൻ വീട്ടിൽ വന്നു. 7:30-8 മണി വരെ നോക്കിയിരുന്നിട്ടും അണ്ണൻ വന്നില്ല. 10 മണി വരെ നോക്കിയിരുന്നിട്ടും വന്നില്ല. ആ വഴി അങ്ങ് പോയി. മാർച്ച് 2 വീണ്ടും പോയി. ഇപ്പം വീട്ടിലില്ല. മാർച്ച് 2 പോയതാ. ഇതിപ്പോൾ ഇതിനകത്തൊരു പ്രധാന കാര്യമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഈ റബ്ബർ ഷീറ്റിൻ്റെ ബിസിനസ് തുടങ്ങിയതിന് ശേഷമുള്ള രസക്കേട്. അതിനാണ് തുടക്കം. അവിടെ അദ്ദേഹത്തിന് എന്തോ നിങ്ങൾ അത് തുടങ്ങിയതിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലും ഒക്കെ ഒരു അതൃപ്തി ഉണ്ടായിരിക്കണം അല്ലേ? അതോ ഇനി അദ്ദേഹം തുടങ്ങി അദ്ദേഹം വേറെ ബിസിനസ് എന്തെങ്കിലും സജീവമായിട്ട് നടത്താമെന്ന് വിചാരിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. അയാൾക്ക് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ വീട് വിറ്റിട്ട് ഇവിടെ നിർത്തിയിട്ട് അയാളുടെ നാട്ടിൽ പോയി റബ്ബർ കട ചെയ്യണമെന്നാണ് പറയുന്നത്. ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഇഷ്ടക്കേട് അയാൾക്ക് അതിലുണ്ടായി. നിങ്ങളുടെ വീടും ചുറ്റുപാടുമായിട്ട് മാത്രം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കാനൊരു താല്പര്യക്കുറവ്. രണ്ടാമത് ഈ വീട് വിറ്റിട്ട് അയാൾക്ക് ഇവിടുന്ന് മാറണം എന്നുള്ളത്. 12 ലക്ഷം ഉണ്ട്. 45 വരെ പറഞ്ഞതാ. അതുകൊണ്ടാണ് സാർ ഒരു 10 ലക്ഷം രൂപയെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു. ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങൾ താമസിച്ചോ, ഞാനത് വിറ്റ് എന്റെ കടങ്ങൾ തീർത്ത് പൊയ്ക്കോട്ടെ എന്നാണ് അദ്ദേഹം. അതല്ലേ ചോദിച്ചത്? 10 ലക്ഷം രൂപ തരാൻ വീട് കാലിയാക്കി കൊടുക്കണം, ഞാൻ കാലിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒഴിവാകാനുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. മറ്റ് 2000 രൂപ കിട്ടുന്നത് അതൊരു ഭാഗത്ത് കിട്ടാനുള്ള വഴി ഉണ്ടാകുമായിരിക്കും. നിങ്ങൾ ആദ്യം തന്നെ ഈ ബറോഡെ കല്യാണം നടത്തുമ്പോഴും നിങ്ങളുടെ സഹോദരന്മാർ ഭാഗത്തോ അവിടുന്നോ ഒന്നും ഈ വീട്ടിൽ പോയി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു? വിവാഹം ബറോഡയിൽ വെച്ച് ആലോചിച്ചു. അതിനുശേഷം നാട്ടിലാണ് ആൾക്കാർ അവരുടെ വീട്ടിൽ പോയി. അവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ബറോഡയിൽ വെച്ച്. അവിടെ അന്വേഷിച്ചപ്പോഴും ആരും പറഞ്ഞില്ല, കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അവരെ വീട്ടുകാരും ഇത് പിന്നെ നിങ്ങളെ ചതിക്കുമായിരുന്നു. ഞങ്ങളെ ശരിക്കും ചതിക്കുമായിരുന്നു. അവർക്ക് അറിവുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നായിരിക്കും എങ്ങനെയാണെന്ന് ശരിക്കും അറിയാം. അതിനുശേഷം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാളിപ്പം ഇങ്ങനെ പെട്ടിയും കൊണ്ട് ഇയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഭർത്താവ് ഇറങ്ങിപ്പോയി, അയാള് പെട്ടിയും കൊണ്ട് പോയപ്പോ തന്നെ നിങ്ങളെ വിട്ടു പോകുകയാണെന്ന് ഉറപ്പായി, പോലീസ് കേസായി, പ്രശ്നങ്ങളായി. അയാളുടെ വീട്ടിൽ പോയിട്ട് ഇതൊരു ഇഷ്യൂ ആക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ കോടതി വെച്ച് അറിയേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ആദ്യം പിന്നെ എല്ലാവരും പോയി അന്വേഷിച്ചു, വിരുന്നുണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് പോലും ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചാൽ നമ്മുടെ നാട്ടുകാരുടെ ഒന്നും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അയാൾ വീട്ടുകാരിടപെട്ട് നടത്തിയതാണ് ആദ്യത്തെ വിവാഹമെങ്കിൽ. അതല്ല അയാൾ പോയി ഏതോ ഒരു കല്യാണം നിയമപരമായിട്ടല്ല അവര് നടത്തിയെന്നാണ് പറയുന്നത്. അതിന് സ്വാഭാവികമായിട്ട് നാട്ടുകാർ കല്യാണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തത് ആദ്യത്തെ ഭാര്യ എന്ന് തന്നെ പറഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അസാധുവായി പോയത്. അപ്പൊ അതെന്തുകൊണ്ട് അറിയാൻ പറ്റില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ആ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾ പോയി നോക്കിയിട്ടില്ല. ഞങ്ങൾ ഈഴവ സമുദായം സ്വാഭാവികമായിട്ട് SNDP-ലോ കാണുന്നതല്ലേ, അന്വേഷിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളായിരുന്നത്. ഞാൻ എന്നിട്ട് ഈ ഫാമിലി കോർട്ടിൽ വിധി വന്നതിന് ശേഷം വീട്ടിൽ പോയി, ഇവരെ സ്വന്തം വീട്ടിൽ പോയി ഇത് അന്വേഷിക്കാനായിട്ട് പോയി. ഇങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ അനുജത്തി പറഞ്ഞു, ചേച്ചി എനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരിക്കുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ 1987 വിവാഹിതരായെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവിടെ വേറൊരു പുള്ളിയോട് ചോദിച്ചാൽ പറഞ്ഞു എനിക്കും അതേക്കുറിച്ച് ഡീറ്റെയിൽ ശരിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുധ എന്നോട് പറഞ്ഞു, അനുജത്തി എന്നോട് പറഞ്ഞ് മാവേലിക്കര നാത്തൂനും ഇളയ നാത്തൂനും ഇതേക്കുറിച്ച് ശരിക്കും അറിയാവുള്ളെന്ന് പറഞ്ഞു.
അപ്പം അതങ്ങനെ ഒരു കുടുംബത്തിൽ ശരിക്കും അതെന്താന്ന് പറഞ്ഞാൽ അല്ല അഞ്ചത്തി അന്ന് വന്നില്ല, വിവാഹം ചെയ്ത് അനിയും കല്യാണം കഴിച്ചിട്ടില്ല. ആ ഒരു ഭാഗം കുറച്ച് ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു അതിനകത്തൊരു ശരിയല്ലായ്മ തോന്നുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ സഹോദരൻ പോയി, നിങ്ങൾക്ക് അത്യാവശ്യം ആൾക്കാരെ പരിചയമുണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങളുടെ നാട് തന്നെയല്ലേ. അവിടുന്ന് നിങ്ങളെ വളരെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച ഒരാളിനെ വിശ്വസിച്ച് കൊടുത്തയച്ച് നിങ്ങളുടെ നാട്ടിൽ തന്നെ വീട് വെച്ചു, താമസിച്ചു, എല്ലാം ആയി. ആ വീട്ടിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് അയാൾ പുറപ്പെട്ടു പോയി എന്നുള്ളത് ആ പരിസര പ്രദേശത്ത് എല്ലാവർക്കും മനസ്സിലായി. 4 പേരെ കൂട്ടി ആ അയാളുടെ നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു ഇഷ്യൂ ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കോടതി പോകാതെ തന്നെ ഒരു മധ്യസ്ഥ അന്ന് ഉണ്ടാവുമായിരുന്നു. അതിന് ശ്രമിക്കാതെ പിന്നെയും കുറെ വെയിറ്റ് ചെയ്തു. നിങ്ങൾ കോടതിയിൽ പോയി വിവരങ്ങൾ അറിഞ്ഞു. അവിടുന്ന് വീണ്ടും അയാൾ ഇന്നൊരു വിധി വന്നതിന് ശേഷം വീട്ടിൽ വന്ന് താമസിച്ചിരിക്കുന്നു. നിങ്ങൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടുന്ന് പോലീസിന് പരാതി കൊടുക്കുന്നു. ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടിക്കൂലി അതേ ചക്കര ആദ്യം പോകുന്നു, പിന്നെ നിങ്ങൾ പോകുന്നു. അവിടെ ചെന്ന് അയാൾ ഒരുവിധം നമുക്ക് കേട്ടാൽ ന്യായമെന്ന് തോന്നുന്നൊരു കാര്യം അയാൾ പറഞ്ഞു. ഇപ്പൊ എന്തായാലും ചെലവിനുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിലവിൽ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ലെന്നുള്ളത് കോടതിയിൽ നിന്ന് ഉത്തരവായി. വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അയാൾ പറഞ്ഞു 10 ലക്ഷം രൂപ ഞാൻ തരാം. അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ 17,000 രൂപയെ കിട്ടിയുള്ളൂ, ബാക്കി 46,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എത്രയോ മുകളിലുള്ള ഒരു എമൗണ്ട് അല്ലേ 10 ലക്ഷം രൂപ അല്ലേ? ഭാര്യയെ അല്ലാത്തൊരു സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ അധികാരമില്ലെന്ന് കോടതി ഉത്തരവായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാൻ അധികാരമില്ല. അപ്പോൾ ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വാങ്ങാമായിരുന്നു എന്ന് നിങ്ങളുടെ ചുറ്റുപാടിനുള്ള ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അതെ അല്ലേ? നിങ്ങൾ ഈ 10 ലക്ഷം രൂപ വാങ്ങിച്ച ആ കുഞ്ഞിന്റെ പേരിൽ എങ്കിലും നിങ്ങൾക്ക് ഇടായിരുന്നു. താമസിക്കാൻ സ്ഥലമില്ല എന്നുള്ളത് വന്നപ്പോ അപ്പൊ കോടതി വിധിച്ചില്ലേ നിങ്ങൾക്ക് അതിൽ യാതൊരു അധികാരവും ഇല്ലെന്ന് വിധിച്ചില്ലേ? അപ്പോൾ ഒരു കോംപ്രമൈസിലൂടെ എന്തെങ്കിലും ചെയ്ത് ഇച്ചിരൂടെ കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിൽ സമ്മതിക്കാതെ വന്നത്. 2 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ചെറിയ വീടുണ്ടാക്കി അതിനകത്ത് താമസിച്ചുകൊണ്ട് മോനെ പഠിപ്പിക്കാന്നുള്ള രീതിയിലാണ് 10 ലക്ഷത്തിന് സമ്മതിക്കാതെ. കൂടുതൽ തുക കിട്ടുവാണെങ്കിൽ അതാണ് പാർട്ടി ഓഫീസിൽ വെച്ച് അവർ 20 ലക്ഷം ആവശ്യപ്പെട്ടത്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് മാരേജ് ഡിക്ലറേഷൻ അല്ല, ഈ വസ്തു ഇവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയാ. ഇപ്പൊ ഈ ലേലത്തിൽ വെച്ചിരിക്കുന്ന വസ്തു ഇവരെ പേരിൽ ഇവർക്ക് കൂടി അവകാശമുണ്ടെന്ന് ഡിക്ലറേഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഫൈൻഡിങ് ഉണ്ട്, ഇവരുടെ മാരേജ് നിയമപരമായിട്ടല്ല, ഓമനായിട്ടുള്ള മാരേജ് അയാൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിൻസ് ഓമന ഈസ് ദി ലീഗലി വെഡഡ് വൈഫ് ഷീ കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ലീഗലി വെഡഡ് വൈഫ് എന്നാണ് പറയുന്നത്. പക്ഷെ പ്രേയർ എന്ന് പറയുന്നത് ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് ഡിക്ലറേഷൻ ചോദിച്ചത്. അതള്ളി ഈ ഡിക്ലറേഷൻ മാരേജിനെ സംബന്ധിച്ചല്ലായിരുന്നു. പക്ഷെ അതിനകത്ത് കോടതി പരിഗണിച്ചപ്പോൾ ഇവരെ മാരേജിനെ സംബന്ധിച്ച് പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് PW1 cannot be PW1 എന്ന് പറയുന്നത് ഒന്നാം സാക്ഷി cannot be considered as a legally wedded wife എന്നാണ് പറയുന്നത്. ലീഗലി വെഡഡ് വൈഫ് ആണ് പറയാനൊക്കത്തില്ല. പക്ഷെ ഡിക്ലറേഷൻ അല്ല ചെയ്തിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലറേഷൻ മറ്റേ പ്രോപ്പർട്ടിയുടെ ഡിക്ലറേഷൻ ആയിരുന്നു, അതൊരു കറക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു വിധി വന്നപ്പോഴത്തേക്ക് അജിതയ്ക്ക് മനസ്സിലായില്ലേ? അയാൾ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് കളവാക്കി ഉണ്ടാക്കിയതാണെന്നും ഈ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രം പോലും ഇല്ല എന്നാണ് അയാളുടെ തർക്കത്തിൽ നിന്ന് കാണുന്നത്. ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കളവാക്കി ഉണ്ടാക്കിയതാണെന്നും ഈ ബറോഡയിൽ ഇവർ പറയുന്ന രീതിയിലുള്ള ശ്രീരാമകൃഷ്ണ ക്ഷേത്രം ക്ഷേത്രം പറഞ്ഞ് ക്ഷേത്രത്തിന്റെ പേര് പറയുന്നത് ശ്രീ അയ്യപ്പ ടെമ്പിൾ ബറോഡ, അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഇല്ലെന്നാണ് ഈ തർക്കത്തിൽ പറഞ്ഞു കാണുന്നത്. അയാൾ കൊടുത്ത തർക്കത്തിൽ ഇവരുടെ ഫോട്ടോ ഒന്ന് കാണാം സാർ. ഇതാണ് ആ മനോഹരൻ. ഇത് വിവാഹത്തിന്റെ ഫോട്ടോ ആണല്ലേ? ഇത് ബറോഡയാണോ? ബറോഡയാണ്. ഇതിന്റെ ഒത്തിരി ഫോട്ടോസ് ഉണ്ട്, അത് കോടതിയിലാണ്. ഇവരും അതേതായിട്ടുള്ള വിവാഹം തെളിയിക്കുന്നതിന് മതി. പക്ഷേ ഈ സിൻസ് ദി ഏർലിയർ മാരേജ് ഈസ് എക്സിസ്റ്റൻസ് അതാണ് പിന്നെ പണിയിക്കുന്നത്. ഇവർക്ക് പറ്റിപ്പ് നടന്നതാണ്, ഇവർക്ക് അബദ്ധം സംഭവിച്ചു പോയതാണ്. പക്ഷെ ഇവർക്ക് പിന്നെയും അബദ്ധം സംഭവിച്ചത് 10 ലക്ഷം സ്വീകരിച്ചത് മാത്രമല്ല, ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഈ നാട്ടില് അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന 4 പേരെയും കൊണ്ട് അവിടെ ചെന്ന് ഇവരുടെ SNDP അവരുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അതവിടെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പൊ പുള്ളി അംഗീകരിക്കത്തില്ല. വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നിട്ടുണ്ട്, പറഞ്ഞ അജിത കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടു. അവര് അബദ്ധം പറ്റിപ്പോയി അല്ലേ? നിങ്ങൾ കാര്യമായിട്ട് നാട്ടു നടപ്പനുസരിച്ച് എല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴൊന്നും അറിയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സുഖമായിട്ട് താമസമൊക്കെ ആയിരുന്നു, സുഖമായിട്ട് ഇടയ്ക്ക് വേണ്ടി താമസമൊക്കെ ആയിരുന്നു. ഇടകാലം കൊണ്ട് ഇങ്ങനെ വന്നു, അന്വേഷിച്ചപ്പോഴും ഒരു വിവരവും ഇല്ല. അങ്ങനെ ഇവരും അങ്ങനെ രോഗിയോടൊക്കെ പോയിക്കൊണ്ടിരുന്നു.
അജിത വിഷമിക്കാതിരിക്കും, നല്ല ആക്റ്റീവായിട്ടിരിക്കും. എന്ത് ചെയ്യാൻ എൻ്റെ മോനെ കൊണ്ട് ഞാൻ ചെറിയ അന്വേഷണം നടത്താം. SNDP അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ആ വിവാഹം വാലിഡ് മാരേജ് ആനൊക്കെ പഴയ കല്യാണം അല്ലെങ്കിൽ ഇവർ പറയുന്ന ജാതിന്യായ പ്രകാരം നടത്തിയെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും SNDPയിൽ അതിന്റെ രേഖകൾ കാണും. പരിസരത്തുള്ള അങ്ങനെ നടത്തിയേക്കണല്ല സാറേ. അത് ഞാൻ പോയി അന്വേഷിച്ചു പറഞ്ഞു അതിനൊരു രേഖയില്ലെന്നാ പറഞ്ഞത്. കല്യാണം പിന്നെ ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്നല്ലത്. അത് 1987 കല്യാണം നടത്തി. അന്ന് നമുക്ക് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അതിനുശേഷം പോയി രജിസ്റ്റർ ചെയ്ത് അന്ന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്. അതിന് ശേഷം പോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡോക്യുമെന്റുകൾ ഹാജരാക്കണം. അതിൽ മക്കളുണ്ടോ? ഒരു മോനുണ്ട്. ഉണ്ട്. മുതിർന്ന പയ്യനാണ്. ഫാബ്രിക്കേഷൻ പഠിപ്പിക്കുക ആലപ്പുഴയിൽ നിർത്തി. ആ പയ്യനെയോ അവരുടെ ആ സ്ത്രീയോ ആരെങ്കിലും അന്വേഷിക്കാനോ ബന്ധപ്പെടാനോ ശ്രമിച്ചതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. പക്ഷെ കോടതിയിൽ ഇത് അല്ലേ സാർ നോക്കേണ്ടത്? വടശ്ശേരിക്കര സഭയില പുള്ളിക്കാരി പോകുന്നെന്നാ പറഞ്ഞേ. ചിലപ്പോ ഇപ്പൊ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അന്ന് പോയിട്ട് പിന്നെ ഇതുവരെയും ബന്ധമായിട്ടില്ല. ഒരു ബന്ധവും അയാളെ സംബന്ധിച്ചൊരു ഗ്രൗണ്ട് ആയിരിക്കും ആ മാരേജ് സെറ്റിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ വേറെ സമുദായം മാറിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവർക്ക് അതിനകത്തൊരു ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ശരിയാക്കണമെന്ന് പറയാനൊക്കത്തില്ല. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ട് അവരേത് സമുദായത്തിൽ ചേർന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് പറയുന്നേ ഉള്ളൂ. ഇതിപ്പോ പിന്നെ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കോംപ്രമൈസിന് അയാൾ വന്നതായിട്ട് പറയുന്നുണ്ട് സ്റ്റേഷനിൽ. ഈ കോടതി ഉത്തരവൊക്കെ വന്നതിന് ശേഷവും വീട്ടിൽ അവർ ഒന്നിച്ച് താമസിച്ചിരിക്കുന്നു. അവിടുന്ന് അദ്ദേഹം ജോലിക്ക് പോയിരിക്കുന്നു. 5 മാസത്തോളം അല്ലേ? 5 മാസം ഒരുമിച്ച് തന്നെ താമസിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ചൊരു കോംപ്രമൈസ് സംസാരിച്ചപ്പം 10 ലക്ഷം രൂപ കൊടുക്കാം, അയാളുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കൊടുക്കാമെന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചു കാണും ഒരു വീട് അയാൾക്കുള്ളത്, വേറെ അദ്ദേഹത്തിന്റെ പേര് വീടൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല, വേറെ ആകപ്പാടെ ഒരു വീടേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ കെട്ടിലുള്ള മോന് എന്തെങ്കിലും കൊടുക്കണം ഇതിനകത്തുനിന്ന് എന്ന് ധരിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതിലൊരു പങ്ക് തന്നെ ഈ കുട്ടിയുടെ പേരിൽ ഒരു 10 ലക്ഷം രൂപ എന്ന് ധരിച്ചിരിക്കാം. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ആ വാതിലും അടഞ്ഞ പോലാണ്. അപ്പൊ നിങ്ങൾക്കും അത് തന്നെ ആയിരുന്നോ താല്പര്യം? അതൊരു തെറ്റായ അതിനകത്ത് ഞാൻ തന്നെയാണ്. ആങ്ങളമാര് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അഭിപ്രായങ്ങള്. ഞാൻ തന്നെയാണ് പറഞ്ഞ 10 ലക്ഷം എനിക്ക് പോരാ, എനിക്കൊരു വീട് വെക്കണം, 2 സെന്റ് സ്ഥലം വാങ്ങിക്കണം, അപ്പൊ എനിക്ക് ഇത്തിരിയോടെ പൈസ കൂടുതൽ തരണം എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അത് പിന്നെ സംസാരിച്ചായിരുന്നെങ്കിൽ കുറെ കൂടെ വർദ്ധിപ്പിച്ച് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് വരികയും ചെയ്യുന്നത് കുഴപ്പമായി പോയത്. നിങ്ങൾ ആ കല്യാണവും അതിനകത്ത് ഒരു ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്, അത് വേർപെടുത്തിയിട്ടില്ല, അതിലൊരു കുട്ടിയുണ്ടോ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അതിനകത്തൊരു അവകാശം ഉണ്ടാവുമല്ലോ. ഉണ്ട്, അവർക്ക് അവകാശം ഉണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്നു, അയാൾക്ക് കുറെ കടങ്ങളും ഉണ്ട്. കുറച്ചുകൂടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 15 മറ്റോ ആയി കഴിഞ്ഞാൽ അഞ്ജിത ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നത്, നിങ്ങളുടെ വിവാഹത്തിന് യാതൊരു സാധ്യതയില്ല എന്നൊരു വിധി വന്നു കഴിഞ്ഞിട്ടും ഈ ഒരു 10 ലക്ഷത്തിൽ എന്തുകൊണ്ട് ഒതുങ്ങാൻ തയ്യാറായില്ല എന്നുള്ളത്. കൊച്ചിന് ചിലവുണ്ട്, 2000 രൂപ അത് കിട്ടും. 10 ലക്ഷം മേടിച്ചാൽ 10 ലക്ഷം രൂപ തന്നാൽ അത് തരില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒക്കത്തില്ല. കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാ. മനോഹരൻ എവിടെയാണുള്ളതെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ വീട്ടിലുള്ളവർക്ക്? ഒരു അറിവില്ല. ഇപ്പൊ എങ്ങനെ നാട്ടിൽ എവിടെയാണെന്ന് അറിയത്തില്ല. നാട്ടില് എറണാകുളത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന എറണാകുളത്തായിരുന്നു. ഇപ്പൊ ഈ പോയ ശേഷം എവിടെയാന്ന് ഒരു അറിവുമില്ല. അതിനുശേഷം പല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഒരു പിടുത്തമില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇളയ പെങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു പന്തളത്ത്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പെങ്ങന്മാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവരോട് അന്വേഷിച്ച് അറിയാൻ പറ്റും. അവിടെ അന്വേഷിച്ചപ്പോ അവർക്ക് അതേക്കുറിച്ച് അറിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. പാനലിൽ ഇതിനകത്ത് വേറെ ഒരു പരിഹാരങ്ങളൊന്നും പറയാനൊന്നുമില്ല. കാര്യം പ്രത്യേകം അയാൾ ഉണ്ടെങ്കിൽ പിന്നെ അത് സെറ്റിൽ ചെയ്യാന്നുള്ളതല്ലാതെ വേറെ അയാളുടെ ആബ്സെൻസിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതിനകത്ത് ഇത് കേൾക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഉത്തരവ് അതിനകത്ത് പാസ്സാനൊക്കത്തില്ല. പിന്നെ അവർക്ക് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു, ഇടയ്ക്ക് പറഞ്ഞു പോയതാ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഇതിനകത്ത് വേണമെന്ന് വെച്ചാൽ ഒരു പരിഹാരം കിട്ടും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നിങ്ങളെ ചതിച്ച് ഒരു വിവാഹം നിലവിലിരിക്കുമ്പോൾ ആ വിവാഹം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിച്ചതിന് വേണ്ടി ക്രിമിനൽ കുറ്റമാണത്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചൊരു കുറ്റമാണത്. മനസ്സിലായില്ലേ? അതിനുവേണ്ടി അയാളെ പേര് പോലീസ് കേസ് കൊടുക്കാം. പോലീസ് കൊടുത്താൽ നിയമപരമായിട്ട് നടപടി അയാളെ പേര് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പോലീസുകാർ ചെയ്തില്ലെങ്കിൽ അതിന് മേൽ നടപടി എടുക്കാനുള്ള പ്രയോജനമൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും വക്കീലിനെ കണ്ടിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുത്തെങ്കിലും ഒക്കത്തില്ല. അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നടപടി എടുക്കണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും നടപടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ ഇപ്പം ചെയ്യാൻ പറ്റുന്നതിന്. മനോഹരനോട് നമുക്കൊരു റിക്വസ്റ്റ് വെക്കാം. ഇവിടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും മനോഹരൻ കാണും, മനോഹരൻ്റെ വീട്ടുകാർ കാണും. അവരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായ പിഴവും ഒരു വഞ്ചനയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഭാര്യ നിയമപരമായിട്ട് ഭാര്യയല്ല എന്ന് പറയാമെങ്കിലും അഗ്നിസാക്ഷിയായിട്ടൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയും ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ വെച്ച് താലി ചാർത്തി കൊണ്ടുവന്നൊരു സ്ത്രീയാണവർ. അതിലൊരു കുഞ്ഞുമുണ്ട്. ആ ഉത്തരവാദിത്വം ഒരിക്കലും മനോഹരൻ്റെ ജീവിതത്തിൽ ഒളിച്ചോടാൻ പറ്റുകയില്ല. രമ്യമായിട്ട് അത് പരിഹരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വരാം.
നിങ്ങളുടെ ഭാഗവും കേട്ടിട്ട് ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള നല്ല തീരുമാനങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാവുന്നത്. മനോഹരൻ തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.